എല്ലാവർക്കും ക്രിയേറ്റീവ് എക്സ്പ്ലോഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ 7 പ്രോയുടെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ക്യാമറ എങ്ങനെയാണെന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ പുതിയ മൊബൈൽ ഫോൺസ് ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സർ, റാമിനൊന്നും അധികം പ്രിഫറൻസ് ആരും കൊടുക്കാറില്ല. മിക്കവാറും എല്ലാ ഫോണിനും നല്ല റാം വരുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ ആണോ LCD ഡിസ്പ്ലേ ആണോ നോക്കും, എത്ര റിഫ്രഷ് റേറ്റ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നമ്മുടെ ക്യാമറയാണ് കൂടുതലും ആൾക്കാർ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കുന്നത്. ക്യാമറയ്ക്കും ഡിസ്പ്ലേക്കുമാണ് കൂടുതലും ആൾക്കാർ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ ഈ 7 പ്രോയുടെ ഒരു അൺബോക്സിങ്ങും ക്യാമറ റിവ്യൂവും മാത്രമല്ല, അത് ഓൾറെഡി ഒരുപാട് പേര് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് X2മായിട്ടൊരു കമ്പാരിസനാണ്. എന്തുകൊണ്ടാണ് X2 പ്രോയുമായിട്ട് അല്ലെങ്കിൽ X2 പ്രോയുമായിട്ടാണ് X7 പ്രോയുടെ ഒരു X7 അല്ല, റിയൽമി 7 പ്രോയുടെ ഒരു കമ്പാരിസൺ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ X2 പ്രോയുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് X2മായിട്ട് കമ്പയർ ചെയ്യുന്നത് നോക്കാം. കാര്യം X2 പ്രോയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തത് കാര്യം അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസ് റേഞ്ചിലല്ല ഉള്ളത്, ഒരുപാട് വില കൂടിയ ഒരു ടൈപ്പാണ്. പക്ഷേ X2മായിട്ടൊരു ക്ലോസ് കമ്പാരിസൺ ഇതിനുണ്ട്. കാരണം രണ്ടിനും AMOLED ഡിസ്പ്ലേ ആണ്, രണ്ടിനും 32 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്, രണ്ടിനും 64 MB ബാക്ക് ക്യാമറയാണ് വരുന്നത്, രണ്ടിനും AMOLED ഡിസ്പ്ലേ ഉണ്ട്, രണ്ടും ഏതാണ്ട് സെയിം പ്രൈസ് റേഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. ഇന്നും റിയൽമി X2 എന്ന് പറയുന്നത് ഇന്നും മാർക്കറ്റിൽ നല്ലൊരു സെയിലുള്ളൊരു മൊബൈൽ ഫോണാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റിയത് ഈ X7 പ്രോ, ഉറപ്പായിട്ടും X7 പ്രോയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസ് കമ്പാരിസൺ നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ സ്പെക്കും ഒരുപോലെയാണ് എക്സെപ്റ്റ് വൺ, അതായത് രണ്ടിൻ്റെയും ഒരു ക്യാമറ സെൻസർ വരുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് റിയൽമി X2-നുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാംസങ്ങിൻ്റെ സെൻസറാണ് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു ബൊക്കെ എഫക്റ്റും വീഡിയോ എഫക്റ്റും എല്ലാം കൊടുത്തിട്ട് വളരെ പവർ പാക്ഡായിട്ട് ഇറക്കിയ ഒരു ഫോണായിരുന്നു X2. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പെക്കിനെ ഒരു കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സെൻസർ അല്ലായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നമുക്ക് നമ്മുടെ സാമ്പിൾസിൽ കാണാം. അപ്പോൾ നമുക്ക് തമ്മിൽ, അതായത് സോണി സെൻസറും സാംസങ് സെൻസറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്, അത് മാത്രമാണ് ഈ ഫോണിലായിട്ട്. പിന്നെ 720G ആണ്, 730G ആണ് പ്രോസസ്സർ ഡിഫറൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ക്യാമറ കമ്പാരിസൺ നോക്കാം. അപ്പോൾ ക്യാമറ കമ്പാരിസൺ 64 MB സോണി സെൻസറാണോ 64 MB നമ്മുടെ സാംസങ് സെൻസറാണോ വളരെ മികച്ചതായിട്ട് ഉള്ളതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിയൽമി X2ഉം റിയൽമി X7 പ്രോയും തമ്മിലൊരു ക്ലോസ് കമ്പാരിസൺ ആണുള്ളത്. ബിക്കോസ് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളുടെയും 8GB 128GB വേരിയൻറ്റുകളുടെ. അപ്പോൾ രണ്ടിനും എക്സാക്ട് ഏതാണ്ട് സെയിം പ്രൈസുകൾ തന്നെയാണ് പറയുന്നത്. നമുക്ക് റിയൽമി 7 പ്രോയുടെ ഒരു കവർ നമുക്ക് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഇത് വന്നിരുന്ന ഒരു 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു 64 MB പ്ലസ് 8 MB പ്ലസ് 2 MB ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് രണ്ട് ഫോണുകൾക്കും വരുന്നത്. പക്ഷേ ഒന്നിന് സോണിയുടെ സെൻസറും ഒന്നിന് സാംസങ്ങിൻ്റെ സെൻസറുമാണ് വരുന്നത്. രണ്ടിൻ്റെയും ഫ്രണ്ട് ക്യാമറ 32 MB സെൻസറാണ്. എന്തുകൊണ്ടാണ് റിയൽമി 7 പ്രോയുടെ ഒരു പാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഫിലിം ആക്ടറിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാണ് എല്ലാവരും പറയുന്നത്. റിയൽമി 7 പ്രോയ്ക്ക് വന്നിട്ട് ഒരു 4500 mAh ഒരു ബാറ്ററിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മുന്നേ ഉണ്ടായിരുന്ന റിയൽമി X2-ന് 4000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് അധികം റിയൽമി X2-ൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അകത്ത് കുറച്ച് പേപ്പർ വർക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വർക്ക്, അതായത് TUV റെയ്നാൾഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, നല്ല റിലയബിലിറ്റിയുടെ. അപ്പോൾ അതായത് ഇത് ഓവറോൾ വാട്ടറിനോടായിരുന്നാലും തറയിൽ വീഴുന്നാലും മൊത്തത്തിലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. സ്ക്രീനിനായിരുന്നാലും TUV റെയ്നാൾഡ് സർട്ടിഫൈ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഫോണും ഈ ഫോണാണ്. അപ്പോൾ ഇതിനകത്തൊരു ക്വിക്ക് ഗൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ചതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൽമാൻ ഖാൻ്റെ ഒരു പിക്ചറും
ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു സിലിക്കോൺ കേസ്, റിയൽമി എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കോൺ കേസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് ആണ്, സെൻസറാണ് കൊടുത്തിരിക്കുന്നത്, X2 പോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ഡിസൈനുകളെ സംബന്ധിച്ചിടത്തോളം റിയർ ക്യാമറയുടെ ഒരു സെറ്റപ്പ് ഒക്കെ മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. തൽക്കാലം നമുക്ക് ഡിവൈസ് മാറ്റി വെച്ചിട്ട് എന്തൊക്കെ പാക്കേജിനകത്തുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരു സൈഡിൽ USB-യും മറ്റേ സൈഡിൽ USB-Cയും വരുന്ന ഒരു കേബിൾ തന്നെയാണ് റിയൽമി ഇതിന്റെ കൂടെ തന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ മറ്റുള്ള ഫോണുകളുടെയൊക്കെ പാക്കറ്റ് നോക്കുമ്പോൾ രണ്ട് സൈഡ് USB-C വരുന്ന ടൈപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് ഈ PC-യിലും ലാപ്ടോപ്പിലും കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഒരു സിം ഇജക്ടർ പിൻ വരുന്നുണ്ട്. ഇതിന്റെ സിം ഇജക്ടർ ട്രേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അറ്റ് എ ടൈം നമുക്ക് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരു മെമ്മറി കാർഡിന് പകരം സിം ഇടുന്ന ടൈപ്പ് അല്ല, 3 സാധനങ്ങൾ നമുക്കിടാം. 65 വാട്ട്സിന്റെ ഒരു ചാർജർ, അതായത് 65 വാട്ട്സിന്റെ ഒരു സൂപ്പർ ഡാർട്ട് ചാർജറാണ് ഇതിന്റെ കൂടെ വരുന്നത്. വളരെ ക്വിക്കായിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ആവുമെന്നാണ് യൂസേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. 4500 mAh ബാറ്ററിയാണ് 65 വാട്ട് ചാർജർ ക്വിക്കായിട്ട് ചാർജ് ചെയ്യുന്നത്. വളരെ മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന് റിയൽമി കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഫോണിന്റെ ഒരു പാക്കേജ് ആയിരുന്നാലും അതൊന്ന് കയ്യിലെടുക്കുമ്പോഴത്തേക്കും അധികം ഒരു പ്രീമിയം ലുക്ക് തോന്നുന്നില്ല. പക്ഷേ ഓവറോൾ പണ്ടത്തെ റിയൽമിയുടെ ഡിസൈനുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് റിയൽമി 7 പ്രോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ക്വാഡ് ക്യാമറ അറേഞ്ച്മെന്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നു. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലത്തെ ക്യാമറ വളരെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. പഴയ ഡിസൈനിലെ X2-ലൊക്കെ വരുമ്പോഴും അതിന് മുന്നേ ഉള്ള എല്ലാ ഡിസൈനിലും ഇപ്പോൾ ഇമേജ് കാണും പോലെ ഒരു ഡിസൈനാണ്. അത് വളരെ ഗ്ലോസി ആയിട്ടൊക്കെ ഉള്ള ഒരു ഡിസൈനാണ് റിയൽമി കൊടുത്തിരുന്നത്. പക്ഷേ അതിൽ നിന്നും എല്ലാം വ്യത്യാസമായിട്ട് റിയൽമി 7 പ്രോയ്ക്ക് വളരെ വ്യത്യാസമുള്ള വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഒരു പാറ്റേൺ ആയിരുന്നാലും വ്യത്യാസമുണ്ട്. ഒരു ഗ്ലോസി എന്നുള്ള ഒരു പാറ്റേൺ ഒഴിവാക്കിയിട്ട് പകരം ഒരു മാറ്റ് ഫിനിഷ് ആണ് കമ്പനി തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്ലോസി ഒഴിവാക്കി മാറ്റ് ഫിനിഷ് തരുമ്പോഴത്തേക്കും നമ്മുടെ ഫിംഗർ പ്രിന്റും മറ്റുമൊന്നും ഇതിൽ പെട്ടെന്ന് പതിയുന്നില്ല. പതിഞ്ഞാലും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു ഗ്ലോസിനെസ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം അപ്പ് ഡൗൺ കീസും സിം ഇജക്ടർ, അതായത് സിമ്മിന്റെ ഒരു ട്രേയും കാണാം. താഴെ വന്നിട്ട് ഒരു 3.5mm ജാക്ക് തന്നിട്ടുണ്ട്. മൈക്ക് ഉണ്ട്, ഒരു സിംഗിൾ സ്പീക്കറാണ്, USB-C സ്ലോട്ടും കാണാം. റൈറ്റ് സൈഡിലായിട്ട് വന്നിട്ടാണ് ഇത് റിയൽമിയുടെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ ലൈൻ വരുന്ന ഒരു പവർ ബട്ടണും തന്നിട്ടുണ്ട്. സൈഡ് ബോഡി അറേഞ്ച്മെന്റിലൊന്നും വളരെ വ്യത്യാസമൊന്നും തന്നിട്ടില്ല. പഴയ ഒരു ഡിസൈൻ തന്നെയാണ് റിയൽമി ഫോളോ ചെയ്തിരിക്കുന്നത്. ബാക്ക് പാനലിലും അതിന്റെ ഒരു ക്യാമറ അറേഞ്ച്മെന്റിന്റെ ഒരു ഇതിലൊക്കെയാണ് വ്യത്യാസം തന്നിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഒരു ലെഫ്റ്റ് കോർണറിലായിട്ടാണ് ഒരു ഫ്രണ്ട് ക്യാമറ തന്നിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ സെൽഫീസ് എടുക്കുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് ക്യാമറ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് റിയൽമിയുടെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും 60 ഹെർട്സിന്റെ ഒരു റിഫ്രഷ് റേറ്റ് ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒരു താഴത്തെ വെർഷനായ റിയൽമി 7-ഉം മുന്നത്തെ വെർഷനായ റിയൽമി X3-ക്കൊക്കെ കൂടുതൽ റിഫ്രഷ് റേറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു LCD പാനലാണ് തന്നിരിക്കുന്നത്. LCD പാനൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നാൽ ഇതിനൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ക്യാമറയുടെ ആ ഒരു സെറ്റപ്പ് നമുക്ക് വീഡിയോ കാണുന്നതിലൊന്നും അരോചകമൊന്നും ഉണ്ടാക്കുന്നില്ല. സ്ക്രീൻ എന്ന് പറയുമ്പോൾ സൂപ്പർ AMOLED കുറഞ്ഞ പാനലൊന്നുമല്ല, വളരെ മികച്ച ഒരു സൂപ്പർ AMOLED പാനലാണ് തന്നിരിക്കുന്നത്. സൗണ്ടും വളരെ മികച്ചതാണ്, നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കേൾക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്യാമറ ഒന്ന് വെട്ടിക്കീറി പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയിലെ മോഡുകളെല്ലാം പഴയ നമ്മുടെ നോർമൽ X2-ലും മുന്നേ ഉണ്ടായിരുന്നതിലുള്ളതാണ്. പിന്നെ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നൈറ്റ് മോഡും മറ്റുമൊക്കെ കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതെല്ലാം തന്നെ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് കുറേ ക്യാമറ സാമ്പിൾസ് നോക്കാം. സോണി സെൻസറിന്റെ ആ ഒരു ഇമേജിന്റെ എഡ്ജൊക്കെ നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം. അതേസമയത്ത് X2-ന്റെ സാംസങ് സെൻസറിന്റെ ആ പിക്ചറും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇമേജിന്റെ ഒരു കമ്പാരിസൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ സോണിയുടെ 64MB, അതായത് റിയൽമി 7 പ്രോയിൽ വരുന്നതും രണ്ടാമത് വരുന്ന വിഷ്വൽസ് എല്ലാം നമ്മുടെ സാംസങ് സെൻസറിൽ വരുന്നതുമാണ്. ഇവർ തമ്മിലുള്ള അതായത് ഇതിലെ മെയിൻ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും സാംസങ്ങിന്റെ സെൻസർ കളേഴ്സ് എല്ലാം ഒന്നുകൂടെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ കളർ അല്ല കാണിക്കുന്നത്. സോണിയുടെ സെൻസറിലാണെങ്കിൽ ഒറിജിനൽ കളർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് ഒപ്റ്റിമൈസ് ചെയ്യുന്ന കളർ കാണിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഫ്രണ്ട് ക്യാമറ വിഷ്വൽസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ബാക്ക് ക്യാമറ വിഷ്വൽസ് എടുക്കുമ്പോഴായിരുന്നാലും കളർ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് അധികം ശ്രമിക്കുന്നില്ല. അതുപോലെ ഡീറ്റെയിൽസ് സാംസങ്ങിന്റെ സെൻസറിനേക്കാൾ ഒരു 3 ഇരട്ടി കൂടുതലുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഈ സാമ്പിൾസിലെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം സോണിയുടെ സെൻസറാണ്. അതായത് എന്താണോ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അത് ഏതാണ്ട് ഒരു 80% സത്യമായിട്ട് തന്നെ ഇമേജ് ചെയ്യാൻ അത് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാംസങ്ങിന്റെ പാനൽ ഒരുപാട് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോസും മറ്റുമൊക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ തന്നെ കാണാം, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കെട്ടിടങ്ങളൊക്കെ സോണിയുടെ സെൻസറിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, സാംസങ്ങിന്റെ സെൻസറിൽ കിട്ടുന്നില്ല. അതൊക്കെ അങ്ങ് എക്സ്പോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതായത് സാംസങ്ങിന്റെ സെൻസർ നമ്മുടെ ആ ഫ്രണ്ടിലുള്ള ഇമേജിനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണാം, സാംസങ്ങിന്റെ സെൻസറിൽ ഒരു ബ്ലൂയിഷ് ടിൻഡ് വരുന്നുണ്ട്. എന്നാൽ സോണിയുടെ സെൻസർ നമ്മുടെ ഐഫോണിലൊക്കെ എടുക്കുന്ന ഒരു വീഡിയോയോട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന രീതിക്ക് ഒരു വാമായിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആണ് തരുന്നത്. നിങ്ങൾക്കിപ്പോൾ സാമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സോണിയുടെ സെൻസറിൽ വളരെ മികച്ച രീതിക്കുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ട് ക്യാമറ വീഡിയോസ് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ റിയൽമി X7 ഇപ്പോൾ നിങ്ങളുടെ അതിൻ്റെ ക്യാമറയുടെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ മൈക്കിൻ്റെ ഓഡിയോ ക്യാപ്ചറിങ് കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാവും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ബൊക്കെ മോഡ് അതിൻ്റെ നോർമലി ഒരു 60%-ലാണ് വരുന്നത്. നമുക്കത് വേരി ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര വേണോ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആകുമ്പോഴും ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റ് ബ്ലറാവും. ഫ്രണ്ട് ക്യാമറകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് വിഷ്വൽ കണ്ടിട്ട് തോന്നുന്നത്. ഓഡിയോ ക്യാപ്ചറിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് X2ൻ്റെ കാര്യമുള്ള ഫ്രണ്ട് ക്യാമറ. ഇത് രണ്ട് നമ്മൾ ഇൻഡോർ കണ്ടീഷനിലാണ് നോക്കി. നമുക്കിത് ഔട്ട്ഡോർ കണ്ടീഷനിലൂടെ നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് X7 പ്രോയുടെ ബൊക്കെ മോഡ് 60%-ൽ നമ്മൾ നോർമലി തന്നെ സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ സോണി സെൻസറിൻ്റെ ഒരു കപ്പാസിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കും. അതായത് അതിൻ്റെ ഒരു നമ്മുടെ എഡ്ജ് ഡിറ്റക്ഷനും പിന്നെ എല്ലാ ഫോക്കസിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പക്ക ആവുന്നുണ്ടോ, ഞാനിപ്പോൾ പെട്ടെന്നൊക്കെ ഒന്ന് മാറുവാണെങ്കിൽ ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഫോണിൻ്റെ മൈക്കിൽ തന്നെയാണ്. അപ്പം ഇതുമായിട്ട് കമ്പാരിസണായിട്ട് നമുക്ക് ഇനിയിപ്പോൾ X2ൻ്റെ, അപ്പോൾ ഇതിപ്പോൾ സെയിം സ്ഥലത്ത് X2ൻ്റെ ആണ്. അപ്പോൾ നമ്മൾ X7 നോക്കി, ഇതിപ്പോൾ X2ൻ്റെ ആണ്. X2ൻ്റെ മൈക്കിൽ തന്നെയാണ് ഇപ്പോൾ ഓഡിയോ ക്യാപ്ചറിങ് ആവുന്നത്. അപ്പം ഇതിലും അതും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, നമ്മളിപ്പോൾ വേരി ചെയ്താലും ഒക്കെ ബൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് വന്നാലും ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ കാണാം. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് X7ൻ്റെയും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടിലും ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്തേക്ക് വരുമ്പോഴേക്കും ഉള്ള എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ രണ്ടിലും എങ്ങനെയാണെന്ന് ഈ വീഡിയോ ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും റിയർ വ്യൂവിലുള്ളതാണ്. അതായത് റിയർ വ്യൂവിൽ ബൊക്കെ നോർമൽ പെർസെൻറ്റേജിൽ നിൽക്കുകയാണ്. നമുക്കിത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളൊരു പെർസെൻറ്റേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാം രണ്ടിൻ്റെയും. അതായത് സോണി സെൻസറും സാംസങ് സെൻസർ ബൊക്കെ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയർ ക്യാമറയിൽ ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നതും അതിൻ്റെ തന്നെ മൈക്കാണ്. ഞാൻ ഓഡിയോ സ്വാപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ മൈക്കിന് ഓഡിയോ ക്യാപ്ചറിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ ഞാനിപ്പം നടക്കുവാണെങ്കിലും ഇരിക്കുവാണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് ഏത് രീതിയിലാണ് രണ്ടുപേരും റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഇതിന് മനസ്സിലാവും. കുറച്ച് ഫ്രണ്ടോട്ട് വന്നാലും കുറച്ച് പുറകോട്ട് പോയാലും ഒക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന്. എനിക്ക് കിട്ടിയ പീസുകളുടെ പ്രശ്നമാണോന്ന് അറിയില്ല. റിയൽമി 7 പ്രോയുടെ ഓഡിയോ പിക്കിംഗ് കപ്പാസിറ്റി വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇത് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു വീഡിയോയുടെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഈ കണ്ട ലാസ്റ്റ് വീഡിയോ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സോണിയുടെ സെൻസർ സാംസങ്ങിന്റെ സെൻസറിനെ അപേക്ഷിച്ചിടത്തോളം വളരെ മികച്ചതായിട്ടാണ് റിയൽമി യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇനി മുതലെങ്കിലും അപ്പോൾ നിങ്ങൾ റിയൽമിയുടെ ഡിവൈസ് മേടിക്കുകയാണെങ്കിൽ സോണിയുടെ സെൻസർ തന്നെ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എന്നത്തെയും പോലെ ഇന്നത്തെയും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.